നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് AIASL നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 25/4/2024. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ്. വിളിച്ചിരിക്കുന്നത് ജയ്പൂർ എയർപോർട്ടിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ റഫറൻസ് നമ്പറായി കൊടുത്തിരിക്കുന്നത് അവസാനം HR/166. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ്. വിളിച്ചിരിക്കുന്ന ജോബ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ജയ്പൂർ എയർപോർട്ടിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ്. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 24,960 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 18 വേക്കൻസികളാണ്. നോട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ടേം കോൺട്രാക്റ്റിംഗ് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. അതും 3 കൊല്ലത്തേക്കാണ്. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ജോബ് അനുസരിച്ച് നിങ്ങളുടെ ടേം അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ ഗവൺമെൻറ് റൂൾസ് അനുസരിച്ചുള്ള അപ്പർ ഏജ് ലിമിറ്റും ഉണ്ടാവുന്നതായിരിക്കും. ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, അതുമല്ലെങ്കിൽ പ്രൊഡക്ഷൻ, അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അതുമല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എന്നീ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ 3 വർഷത്തെ ഡിപ്ലോമ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കും. അതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റേത് പാസ്സായിരിക്കേണ്ടതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ITI വിത്ത് NCTVT, അതായത് ടോട്ടൽ 3 ഇയർ, അതായത് നിങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ഓട്ടോ ഇലക്ട്രിക്കൽ ITIയിൽ മോട്ടോർ വെഹിക്കിൾ ഓട്ടോ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്, അതുമല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്, അതുമല്ലെങ്കിൽ ബെഞ്ച് ഫിറ്റർ, അതുമല്ലെങ്കിൽ വെൽഡർ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. അതും ITI NCVTയുടേത് പാസ്സായിരിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ITI വിത്ത് NCTVT സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഡയറക്ടറേറ്റ് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അത് സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ ആയിരിക്കേണ്ടതാണ്. വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ കേസ് ഓഫ് വെൽഡർ, അതായത് വെൽഡറായിട്ട് വെൽഡർ ട്രേഡ് പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ വെൽഡറുമായിട്ടുള്ള എക്സ്പീരിയൻസും കൂടി വേണമെന്ന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ പാസ്സായിരിക്കേണ്ടത്, അതായത് ITI പാസ്സായിരിക്കുന്നതിന് മുൻപ് നിങ്ങൾ SSC അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് എക്സാമിനേഷൻ, അതായത് 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അതുമല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ഒരു വിഷയമായി എടുത്ത് പഠിച്ചിരിക്കുകയും വേണ്ടതാണ്. അത് 10ാം ക്ലാസ്സിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അതുമല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ഒരു വിഷയമായി പഠിച്ചിരിക്കേണ്ടതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് വാലിഡായിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും നിങ്ങൾക്ക് ഒറിജിനൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ട്രേഡ് ടെസ്റ്റിന് വരുന്ന സമയത്ത് HMV അതിൻ്റെ, അതായത് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസിൻ്റെ ഒറിജിനൽ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കേണ്ടി വരുന്നതായിരിക്കും. അതും ട്രേഡ് ടെസ്റ്റിന് പോകുന്ന സമയത്ത്.
അതേപോലെ പ്രിഫറൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്, അതായത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൺവെൻറ്റൻറ്റ് വിത്ത് ലോക്കൽ ലാംഗ്വേജ്, അതായത് ലോക്കൽ ലാംഗ്വേജ്, അതായത് ജയ്പൂരിലെ ലോക്കൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ടാവുമെന്ന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലാദ്യമായി വരുന്നത് ഈ തസ്തികയ്ക്ക് ഇൻ്റർവ്യൂവും ട്രൈഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലാദ്യമായി വരുന്നത് ട്രൈഡ് ടെസ്റ്റാണ്. അത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എത്രത്തോളം അറിയുമെന്ന് അറിയാൻ വേണ്ടി, അതും HMV ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ്, ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ നിങ്ങൾക്ക് ട്രൈഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ആരാണോ ട്രൈഡ് ടെസ്റ്റ് പാസ്സാവുന്നത് അവരെ മാത്രമേ ഇൻ്റർവ്യൂവിലേക്ക് കടത്തിവിടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ രണ്ടാമതായി വരുന്നത് പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ തസ്തികയെ സെലക്ട് ചെയ്യാനായി കൊടുത്തിരിക്കുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയറിൽ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റോ അല്ലെങ്കിൽ അതിൽ അടുത്ത ദിവസങ്ങളോ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അനുസരിച്ച് മാറാനും വ്യത്യാസം വരാനും സാധ്യതകൾ ഉണ്ട് എന്നും കൂടി നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓഫ്ലൈനാണ്. വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് 10/5/2024 9:30 മുതൽ 12 വരെയാണ് വാക്കിൻ ഇൻ്റർവ്യൂ ടൈമായി കൊടുത്തിരിക്കുന്നത്. അപ്ലിക്കേഷൻ ഫീ 500 രൂപയാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.aiasl.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.